യഥാർത്ഥത്തിൽ അശാസ്ത്രീയമായ പാത നിർമ്മാണമാണ് നടക്കുന്നത്. മാത്രവുമല്ല, ഈ അടിമണ്ണ് ഇളകി റോഡ് ഇടിഞ്ഞ് താഴുന്നു എന്ന് പറയുന്ന പ്രതിഭാസം കേരളത്തിലെ പ്രകൃതിക്ക് അനുകൂലമായ, നമ്മുടെ ഭൂപ്രകൃതിക്ക് അനുകൂലമല്ലാത്ത വികസനം വരുന്നു. കുന്നിടിച്ച് നമ്മൾ റോഡാക്കുന്നു, അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു. വരും കാലത്ത് ഒരു തലമുറ മുഴുവൻ നമ്മളെ ശപിക്കുന്ന രീതിയിൽ വികസനം കൊണ്ടുവരികയാണോ എന്ന് പോലും ആളുകൾ സംശയിക്കുന്നു. സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ബി ദിലീപ് കുമാർ ഇപ്പോൾ തത്സമയം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ദിലീപ് കുമാർ, പറയും. ഗുഡ് മോർണിംഗ് SKN. കേരളത്തിൻ്റെ അഭിമാനമാണ് ദേശീയപാത വികസനം എന്ന കാര്യത്തിൽ സംശയമില്ല. 6 വരിപ്പാത പൂർത്തിയാകുന്നതോടുകൂടി കേരളത്തിൻ്റെ പശ്ചാത്തല വികസനത്തിൽ അത് വലിയ നേട്ടമായിരിക്കും എന്നതിലും സംശയമില്ല. പക്ഷേ നേരത്തെ മുതൽ ചില പരാതികൾ ഉയർന്നിരുന്നതാണ്. വേണ്ടത്ര പഠനം നടത്താതെയാണ് ഈ ദേശീയപാത വികസനവുമായി ദേശീയപാത അതോറിറ്റി മുന്നോട്ട് പോകുന്നത് എന്ന കാര്യം. പ്രാദേശികമായിട്ടുള്ള പല ഘടകങ്ങളും അത് പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ് നേരത്തെ മുതൽ ഉയർന്നിട്ടുള്ള പരാതി. അത് പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് ഈ നീർത്തടങ്ങളും ജലാശയങ്ങളും നെൽവയലുകളും ഒക്കെയുള്ള സ്ഥലങ്ങളിൽ വളരെ ഉയരത്തിലുള്ള പാതകൾ അത് അവിടെ സ്ഥാപിക്കുക, അത് മണ്ണിട്ട് നികത്തിയുള്ള പാതകൾ എന്ന നിലപാടാണ് ദേശീയപാത അതോറിറ്റി സ്വീകരിച്ചിരുന്നത്. അത് മണ്ണിൻ്റെ ഘടന പഠിക്കാതെയാണ്, ഓരോ പ്രദേശത്തെയും മണ്ണിൻ്റെ ഘടന, അതോടൊപ്പം തന്നെ അവിടെ ലഭിക്കുന്ന കാലവർഷത്തിൻ്റെ ഏകദേശ അളവ് തുടങ്ങിയവയൊന്നും കണക്കിലെടുക്കാതെയാണ് ഇത്തരത്തിലുള്ള ഈ മണ്ണിട്ട് ഉയർത്തുക, എർത്ത് ഫില്ലിംഗ് നടത്തിക്കൊണ്ടുള്ള പാത നിർമ്മാണം എന്ന കാര്യം നേരത്തെ ആ നിലയിലുള്ള വിമർശനം, പ്രത്യേകിച്ച് ഈ പാത തകർന്ന കൂരിയാട് അടക്കമുള്ള സ്ഥലത്ത് ഇത്തരത്തിലുള്ള വിമർശനം നേരത്തെ തന്നെ നാട്ടുകാർ ഉയർത്തിയിരുന്നതാണ്. പക്ഷേ അതൊന്നും നിർമ്മാണ കമ്പനികൾ കണക്കിലെടുത്തില്ല എന്നതാണ് വാസ്തവം. ഇപ്പോൾ തന്നെ കാസർഗോഡ് മുതൽ മലപ്പുറം ജില്ല വരെ ഏതാണ്ട് ദേശീയപാത വികസനം അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. സർവീസ് റോഡുകൾ ഏറെക്കുറെ തുറന്നു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ ദേശീയപാത വികസനം വേഗത്തിൽ പൂർത്തിയാകുന്നതിനിടയ്ക്കാണ് ഇത്തരത്തിലുള്ള ഈ അപകടങ്ങൾ ഉണ്ടാകുന്നത്. അത് ഏതായാലും ഇക്കാര്യത്തിലൊരു വിദഗ്ധ സമിതി രണ്ടാമതൊരു പരിശോധന നടത്തുക എന്നതിലേക്കാണ്, ആ ആവശ്യത്തിലേക്കാണ് ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത്. ഈ വിദഗ്ധ സമിതി സംസ്ഥാനത്ത് ഇതിനകം പൂർത്തിയായിട്ടുള്ള ഈ പാതകളുടെ ഉറപ്പ് പരിശോധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഈ കൂരിയാട് അവിടെ മണ്ണിട്ട് ഉയർത്തി, അവിടെ ജലാശയം ഉള്ള സ്ഥലമാണ്, നീർത്തട പ്രദേശമാണ്. അവിടെ മണ്ണിട്ട് ഉയർത്തിയത് കൊണ്ട് മുകളിൽ ഭാരം വരുമ്പോൾ താഴേക്ക് മണ്ണിൻ്റെ സമ്മർദ്ദം ഉണ്ടാവുകയും അത് താഴെ നിന്നത് തെന്നി മാറുകയും ചെയ്യുന്ന സ്ഥിതി എന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്. ഇപ്പോൾ നേരത്തെ തന്നെ വിദഗ്ധനായിട്ടുള്ള ഇത്തരം പാതകൾ നിർമ്മിച്ചും പാലങ്ങൾ നിർമ്മിച്ചും ഒക്കെ വിദഗ്ധനായിട്ടുള്ള ഇ ശ്രീധരൻ്റെ അഭിപ്രായം ഇക്കാര്യത്തിൽ, മെട്രോമാൻ ഇ ശ്രീധരൻ്റെ അഭിപ്രായം ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഇങ്ങനെയുള്ള ഈ നീർത്തടങ്ങളും നെൽവയലുകളും ഒക്കെയുള്ള സ്ഥലങ്ങൾ, വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ, അവിടെയൊക്കെ വയഡക്റ്റ് രീതിയിൽ, അതായത് തൂണുകളിൽ പാതകൾ എന്ന നിലയിൽ, തൂണുകളിൽ ഉറപ്പിച്ച പാതകൾ എന്നതിലേക്കാണ് മാറേണ്ടത് എന്നതാണ്. ഏതായാലും ദേശീയപാത അതോറിറ്റിയൊക്കെ ഇക്കാര്യം ശ്രദ്ധിക്കുമെന്ന് കരുതാം. കാലവർഷം വരികയാണ്. കാലവർഷം കനക്കുന്നതോടുകൂടി ജനങ്ങൾ ഭീതിയിലാകുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് എന്ന് മാത്രമാണ്. ഏതായാലും ഇക്കാര്യത്തിൽ ഒരു വിശദ പഠനം നടക്കുമെന്ന് പ്രതീക്ഷിക്കാം. SKN. ദിലീപ് കുമാർ, സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്നാണ് ദിലീപ് കുമാർ നമുക്കൊപ്പം ചേർന്നത്.